നമ്മൾ ഇന്നലെ ഡേ 1 നോക്കിയിരുന്നു. ഇന്ന് ഡേ 2 കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ ആരായിരുന്നു? അതാണ് രാജാറാം മോഹൻ റോയ് ആണ് ആൻസർ വരുന്നത്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്താണ് മൗലികാവകാശങ്ങളെ കുറിച്ചിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. അതിൽ ഏത് വകുപ്പുകളിലാണ് എത്ര മുതൽ എത്ര വരെയാണ് മൗലികാവകാശങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നതെന്നാണ് ചോദ്യം. 12 മുതൽ 35 വരെയുള്ള വകുപ്പുകളിലാണ് മൗലികാവകാശങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ ഇന്നലെ ഡേ 1 നോക്കിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യമായിരുന്നു ചൈന. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യമാണ് മാലിദ്വീപ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? രാമനമ്പി ആയിരുന്നു കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത്. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനായി നോക്കുന്നത്, ഇന്നലെ നമ്മൾ പെരിയാറിനെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുള്ള നദി ഏതായിരുന്നു? പെരിയാർ. അത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയും പെരിയാർ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വൈകുണ്ഠസ്വാമികളുടെ ജന്മസ്ഥലം എവിടെയാണ് വരുന്നത്? സ്വാമിത്തോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അത് നാഗർകോവിലുള്ളതാണ്, കന്യാകുമാരിയിലാണ് വരുന്നത്. അടുത്ത് നമ്മൾ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് ഡേ 1 നോക്കിയിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ADEK എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്? B കോംപ്ലക്സ് ആൻഡ് വിറ്റാമിൻ C ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ്. ആവർത്തന പട്ടികയിലെ എത്രാമത്തെ മൂലകമാണ് ഹൈഡ്രജൻ വരുന്നത്? 1-ാമത്തെ മൂലകമാണ്, ആദ്യത്തെ മൂലകമായിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, സൂക്ഷ്മശിലായുഗം എന്ന് വിളിക്കുന്നത് ഏത് ശിലായുഗത്തിനെയാണ്? മധ്യശിലായുഗത്തിനെയാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, നമ്മൾ ഇന്നലെ GV രാജ പുരസ്കാരത്തിനെ പറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു. കായിക മേഖലയിൽ കൊടുക്കുന്നതാണ്. 3 ലക്ഷം രൂപയാണ് അതിൻ്റെ സമ്മാനത്തുക വരുന്നത്. ആ പുരസ്കാരം ആരാണ് നൽകുന്നത്? അതാണ് ഡേ 2 ക്വസ്റ്റ്യൻ. അത് കൊടുക്കുന്നത് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലാണ്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നത്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന എന്നാണ്? ഏപ്രിൽ 13, 1919. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇങ്ങനെയാണ് നോക്കുന്നത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെറുതായിട്ടൊരു ടോപ്പിക്ക് നോക്കാൻ പോകുന്നത് പെരിയാർ എന്ന് പറഞ്ഞ നദീനെ പറ്റിയിട്ടാണ്. നമ്മൾ 2 ക്വസ്റ്റ്യൻ പെരിയാറിനെ പറ്റിയിട്ട് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ളതും ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏതാണ്? പെരിയാറാണ്. നമുക്ക് അതിനെ പറ്റിയിട്ടൊരു 7 പോയിൻറ്റും കൂടെ നോക്കാം. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദി ഏതാണ്? പെരിയാർ. ചൂർണി എന്ന അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരുന്ന നദി ഏതാണ്? പെരിയാർ. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി? പെരിയാർ. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദി? പെരിയാർ. ആലുവ പുഴ, കാലടിപ്പുഴ എന്നിങ്ങനെ അറിയപ്പെടുന്ന നദി ഏതാണ്? പെരിയാർ. കേരളത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ്? പെരിയാർ. അപ്പോൾ നമ്മൾ പെരിയാറിനെ പറ്റിയിട്ട് തന്നെ ഒരു 9 പോയിൻറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡേ 2 നമ്മൾ ഇത്ര ടോപ്പിക്സാണ് നോക്കുന്നുള്ളൂ. ഇനി ബാക്കി നമുക്ക് ഡേ 3 നോക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ജസ്റ്റ് കേട്ട് നോക്കാം. താങ്ക് യു.